നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ വിവിധ അപകടങ്ങളിലായി പൊലിഞ്ഞത് 3 ജീവനുകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കൊടകരയിൽ ലോറിയിടിച്ച് വഴിയാത്രക്കാരനും കൊരട്ടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനും ദാരുണാന്ത്യം. പാലപ്പിള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലികാ സഭ നടത്തി. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മണ്ണമ്പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനം നടത്തി. വാർത്തകൾ വിശദമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ അൻസന്റെയും ജാൻസിയുടെയും മകൻ 18 വയസ്സുള്ള ആൻസ്റ്റിലാണ് മരിച്ചത്. അപകടത്തിൽ വരന്തരപ്പള്ളി സ്വദേശി വെണ്ണത്തുപറമ്പിൽ 19 വയസ്സുള്ള അലന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അൻസലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ആൻസ്റ്റിൽ. സ്റ്റിനിൽ, ആൻസില എന്നിവർ സഹോദരങ്ങളാണ്. കൊടകര ദേശീയപാതയിലെ പഴയ വൃന്ദാവൻ ജംഗ്ഷനു സമീപം ലോറിയിടിച്ച് വഴിയാത്രികൻ മരിച്ചു. കൊടകര അഴകത്ത് കൂടാരത്തിൽ 55 വയസ്സുള്ള രാജമണിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സിന്ധുവാണ് ഭാര്യ. രാകേഷ്, രാജി, രേഖ എന്നിവർ മക്കളും. സുമേഷ്, ധനേഷ്, രവീണ എന്നിവർ മരുമക്കളുമാണ്. കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു. കൊരട്ടി നയാര പെട്രോൾ പമ്പിന്റെ മുൻപിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. ബംഗാൾ സ്വദേശിയായ 51 വയസ്സുള്ള സൊബാൻ മണ്ഡലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിയുടെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ കുടുങ്ങിയാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത്. അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കേറ്റു. പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ 40 വയസ്സുള്ള നീത ഫർസിൻ, 18 വയസ്സുള്ള താറാമോനി സൗറിൻ എന്നിവരെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. കാറിനും ലോറിക്കുമിടയിൽ സൈക്കിൾ യാത്രികൻ കുടുങ്ങിപ്പോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പാലപ്പിള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. വിഷയം സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. 1910 ആരംഭിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ 3 ഘട്ടം പ്ലാന്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാടിറങ്ങുന്ന കാട്ടാനകളുടെ ശല്യത്താൽ ഭീതിയിലാണ് മേഖലയിലെ തോട്ടം തൊഴിലാളികൾ. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ തോട്ടങ്ങളിൽ തമ്പടിക്കുന്നതോടെ തൊഴിലിടങ്ങളിലും താമസിക്കുന്ന പാടികളിലും കാലങ്ങളായി ഇവർ സുരക്ഷിതരല്ല. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാത്ത വനംവകുപ്പിന്റെയും തോട്ടം ഉടമകളുടെയും അനാസ്ഥയ്ക്കെതിരെ തൊഴിലാളികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. തോട്ടങ്ങൾക്ക് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതേസമയം ട്രഞ്ച് നിർമ്മാണം മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നാണ് വനംവകുപ്പിന്റെ വിചിത്രവാദം. എന്നാൽ പ്ലാന്റേഷൻ ഇല്ലാതാക്കി ഭൂമി പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ അജണ്ടയാണ് ട്രഞ്ച് നിർമ്മാണത്തിന് എതിര് നിൽക്കുന്നതിലൂടെ വ്യക്തമാകുന്നതെന്ന് CITU യൂണിയൻ സെക്രട്ടറി PT ജോയ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം തൈകളാണ് ആന വന്ന് നശിപ്പിച്ചത്. ഒരു ലക്ഷത്തിൽ പരം തൈകളെന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10-30 കോടി രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഏതാണ്ട് 200 ചില്ലാനും സ്ഥിരം തൊഴിലാളികളുടെ ഒഴിവാണ് അതുവഴി നഷ്ടപ്പെടുന്നത്. സർക്കാർ ഈ കാര്യത്തിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ട്രഞ്ച് കീറിങ്ങിൽ മാത്രമാണ് ഇതിന് ശാശ്വത പരിഹാരം. ആന ഇറങ്ങുന്നതിന് മറ്റേത് പരിഹാരത്തിനേക്കാൾ ഉപരി ട്രഞ്ച് കീറുന്നതാണ്. കാരണം പ്ലാന്റേഷൻ തുടങ്ങിയത് 1910 ഏതാണ്ട് 135 വർഷക്കാലം പിന്നിടുമ്പോൾ ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് ട്രഞ്ച് കയറി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നില്ല.
അത് ട്രെഞ്ച് കയറുന്നതിന് അവർ തടസ്സമായി പറയുന്നത് ട്രെഞ്ച് കയറിയാൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമെന്നാണ് വെള്ളിക്കുളം റേഞ്ചർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അനുമതി കൊടുക്കാതെ വെച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് തെറ്റായ ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെയും ബലത്തിലല്ല അങ്ങനെ റിപ്പോർട്ട്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ ട്രെഞ്ച് കയറാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ട്രെഞ്ച് കയറാൻ അനുമതി കൊടുത്തുകൊണ്ട് ഈ പ്ലാന്റേഷനും ഇവിടുത്തെ തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇതിനകം 1,10,000 റബ്ബർ തൈകൾ നശിച്ചു കഴിഞ്ഞു. ഇത് 200ഓളം പേരുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകും. ഈ സ്ഥിതി തുടർന്നാൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ പ്ലാന്റേഷൻ ഇല്ലാതാകും. ഇതോടെ തോട്ടം മേഖലയെ ആശ്രയിക്കുന്ന 1000ഓളം പേരുടെ തൊഴിൽ നഷ്ടമാകും. 2025 ഫെബ്രുവരിയിൽ തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ 2 തവണ വാദം കേട്ട ഹൈക്കോടതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിക്കുക മാത്രമാണ് വന്യജീവി ആക്രമണം തടയാനുള്ള ഏക പോംവഴി എന്നിരിക്കെ കോടതിയുടെ ഇടപെടൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് തോട്ടം തൊഴിലാളികൾ. കാടിറങ്ങുന്ന കാട്ടാനകളെ ഭയന്ന് ഭീതിയോടെയാണ് പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികൾ കഴിയുന്നത്. വനാതിർത്തിയോട് ചേർന്ന് ട്രഞ്ച് നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതാണ് ഇവർക്ക് ആശ്വാസമാകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.5% ഈ വർഷത്തെ വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.9% കുറവാണ്. 61,449 പേർ ഫുൾ A+ നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഏറ്റവും കുറവ് A+ കിട്ടിയത് മലപ്പുറം ജില്ലയിലാണ്. 4,26,697 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലിക സഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, പ്രിൻസൺ തയ്യാലക്കൽ, KA ശൈലജ, അശ്വതി പ്രവീൺ, നിമിഷ ജോസ്, VK വിനീഷ്, സെക്രട്ടറി PB സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, ICDS സൂപ്പർവൈസർ സുധ, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കില ഫാക്കൽറ്റി ധന്യ എന്നിവർ പ്രസംഗിച്ചു. MP വർഗീസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കുട്ടികൾക്കായി പാംബ്രീസ് ക്ലബിലെ നീന്തൽ കുളത്തിൽ നടത്തുന്ന സൗജന്യ നീന്തൽ പരിശീലനത്തിന്റെ ട്രെയിനർ അനീഷ് നീന്തൽ പരിശീലനത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി K. രാജേശ്വരി അവர்களാണ് ഈ പരിപാടികൾ ചെയ്യുന്ന അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അത് തുടങ്ങുന്നതിനെ പറ്റിയും അതിനൊരു ക്ലാസ് എടുക്കാനും വേണ്ടിയും അതിൻ്റെയും ആ സാറും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ എത്തിച്ചേരണം. നിങ്ങളെല്ലാവരും ക്ലാസ് കേൾക്കണം. എങ്ങനെയാണ് ഒരു ഗ്രാമസഭയിൽ പോയാൽ അവിടെ ഗ്രാമസഭ നടത്തുന്നുള്ളതും. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, ചതുശുദ്ധിധാര, പഞ്ചഗവ്യം, കലശപൂജ, കളഭാഭിഷേകം, 25 കലശം ചടങ്ങുകൾ നടത്തി. പുറത്തേക്ക് എഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. പെരുവനം സതീശന്മാരാർ പഞ്ചാരിമേളത്തിന് പ്രാമാണികനായി. പ്രസാദ ഊട്ടുമൊരുക്കിയിരുന്നു. വൈകിട്ട് വിഷ്ണു സഹസ്രനാമാർച്ചന, ഭക്തിഗാനസുധയും നടത്തി.
മണ്ണമ്പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനം നടത്തി. രാവിലെ യജ്ഞശാലയിൽ ഭദ്രദീപ പ്രകാശനം, മഹാഗണപതി ഹോമം, മുഹൂർത്ത പ്രായശ്ചിത്തം, ദാനം, മരപ്പാണി, ബിംബകലശാധികൾ, ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, പ്രാണപ്രതിഷ്ഠാ കർമ്മം ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ഐവർമഠം ഷൈൻ കൃഷ്ണ പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. തുടർന്ന് കുംഭേശ നിദ്രാജീവ കലശാഭിഷേകങ്ങൾ, ജീവാവാഹന, ഉപദേവതാ പ്രതിഷ്ഠ, അഷ്ടബന്ധം ചാർത്തൽ, പരാവാഹന അവസ്ഥ, സ്ഥൂല സ്തോത്ര ആവാഹനങ്ങൾ, ചിദ്ബിംബ സമ്മേളനം, മഹാനിവേദ്യം, പടിത്തരം നിശ്ചയിക്കൽ, ദീപസമർപ്പണം, ആചാര്യദക്ഷിണ എന്നിവ നടത്തി. അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ മെയ് 12-ന് 4-ാം കലശം പരിവാര പ്രതിഷ്ഠയും ജൂൺ 18-ന് സഹസ്രകലശവും നടത്തും. ഈ വരുന്ന 12-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന കലശാഭിഷേകത്തിന്റെ ദർശന സായുജ്യം നുകരുവാൻ സമസ്ത ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സൗരത്തിലേക്ക് കാലേകൂട്ടി തന്നെ ക്ഷണിക്കുകയാണ്. നാമനക്ഷത്രങ്ങളിൽ ക്ഷേത്രഭോഗം സമർപ്പിച്ച് ആയതിനുള്ള രസീതുകൾ വാങ്ങിക്കൊള്ളുക. എറണാകുളത്ത് നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മറ്റത്തൂർ ചെമ്പൂച്ചിറ സ്വദേശിനി ദീപ ഗോപാൽ 2 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 40.5 കിലോയും പവർ ലിഫ്റ്റിംഗിൽ 160 കിലോയും ഉയർത്തിയാണ് ഇവർ ഇരട്ട സ്വർണം നേടിയത്. ജൂലൈയിൽ കൊല്ലത്ത് നടക്കുന്ന സൌത്ത് ഇന്ത്യൻ മത്സരങ്ങളിലേക്കും ഒക്ടോബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളിലേക്കും ദീപ ഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹോക്കി താരം കൂടിയായി ദീപ ജൂണിൽ നടക്കുന്ന ദേശീയ ഹോക്കി മത്സരങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോടശ്ശേരി വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ ഹോക്കി പരിശീലകയായ ദീപ ഗോപാൽ തൃശൂർ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീകേഷിന്റെ ഭാര്യയാണ്. കലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. IOCയുടെ പ്രവർത്തനോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. IHRD ഡയറക്ടർ VA അരുൺകുമാർ, നിപ്മർ ഡയറക്ടർ C ചന്ദ്രബാബു, തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി ഓഫീസർ TR മായ, തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജിംഗ് ഡയറക്ടർ S ഷീബ, ഷീൻ ആന്റണി, രതി സുരേഷ്, R ആശ, PA സാബു, വർഗീസ് പന്തലുകാരൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രൈറ്റ് പവർ കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി സഹകരിച്ച് ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാർത്ഥികളിൽ വ്യാവസായിക സംസ്കാരം രൂപപ്പെടുത്തുക എന്നതാണ്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുക ഈ കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു ചുമതലയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ അത് വൈദഗ്ധ്യത്തിന്റെ കുറവാണ്. ഹ്യൂമനിസ്റ്റിക് റൈറ്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ സാമൂഹിക പരിവർത്തന സദസ്സ് നടത്തുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ആമ്പല്ലൂർ സെന്ററിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. മാഞ്ഞൂർ BBLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 9-ന് സ്കൂളിൽ നടക്കും. സംസ്ഥാനത്ത് സ്വർണം പവന് 920 രൂപ കുറഞ്ഞു. ഇതോടെ സ്വർണ്ണവില വീണ്ടും 73,000-ന് താഴെയെത്തി. 1 പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 72,120 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 9,015 രൂപയുമാണ്. 4 ദിവസം കൊണ്ട് 3,000 രൂപയുടെ വർധനവുണ്ടായ ശേഷമാണ് കുത്തനെ സ്വർണ്ണവില ഇടിഞ്ഞത്. മെയ് ആരംഭിച്ചതോടെ 1,720 രൂപയാണ് പവന് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 70,000-ന് താഴേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷ ഉയർന്നു. എന്നാൽ അതിന് വിപരീതമായി സ്വർണ്ണവില കുതിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞപ്പോൾ ഉപഭോക്താക്കൾ ആശ്വാസത്തിലാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കുട്ടനല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിയോളജി, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും നെറ്റ് PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ബയോഡാറ്റയും അസൽ രേഖകളും ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും സഹിതം മെയ് 23-ന് രാവിലെ 10:30-ന് കോളേജിൽ എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487235302. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. കൊടകര അഴകം കണ്ടേങ്ങാട്ട് വീട്ടിൽ പരേതനായ പള്ളിപ്പാമരത്ത് ബാലകൃഷ്ണൻ നായർ ഭാര്യ ശാരദാമ്മ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാലചന്ദ്രൻ, വിശ്വേശ്വരി, ബാബു, സിന്ധു എന്നിവർ മക്കളും ജയന്തി, വേണുഗോപാലൻ, ദീപ, ശശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
ദേശീയപാതയിൽ വിവിധ അപകടങ്ങളിലായി പൊലിഞ്ഞത് 3 ജീവനുകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കൊടകരയിൽ ലോറിയിടിച്ച് വഴിയാത്രക്കാരനും കൊരട്ടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനും ദാരുണാന്ത്യം. പാലപ്പിള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലബാലികാ സഭ നടത്തി. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മണ്ണമ്പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.